വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് കുറച്ച് സീരിയസ് ആണ് കേട്ടോ. ഈ വീഡിയോൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ 6 എടുത്ത വീഡിയോ ആണ് 2024. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഡാൻസ് ടീമിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന വീഡിയോ ആണ് കേട്ടോ. മേക്കപ്പ് നന്നായി അറിയുന്ന ആളാണ് കേട്ടോ നമ്മളെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് മടുക്കും. കാണുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഈ മേക്കപ്പ് ചെയ്ത ഇന്നത്തെ ഈ ദിവസം മുതൽ ഞാൻ ഈ പറയുന്ന ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ. അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്? അപ്പം നമ്മുടെ സമയം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ഡ്രസ്സസിൽ ഉള്ള ഫോട്ടോഷൂട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ഗൈസ്. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഐലാഷ് കൊണ്ട് കൈ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐലാഷ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഗത്യന്തരം ഇല്ലാതെ നമ്മൾ ഐലാഷ് കയ്യിലെടുത്തിട്ട് വെച്ചു. ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഐലാഷ് കണ്ണിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. എൻ്റെ കണ്ണ് എന്താണെന്നറിയില്ല, എനിക്ക് പൊള്ളാൻ തുടങ്ങി കേട്ടോ. കണ്ണിൽ നിന്ന് വേഗം വെള്ളം വരാനും തുടങ്ങി. ഞാൻ അപ്പം തന്നെ നമ്മുടെ ഐലാഷെല്ലാം റിമൂവ് ചെയ്തു. നമ്മുടെ കുഞ്ഞാറ്റി അതുപോലെ ചെയ്തു. അതുപോലെ നമ്മുടെ കണ്ണ് അവർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. കണ്ണ് നന്നായി ചൊറിയുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ അങ്ങനെ ഐലൈനർ യൂസ് ചെയ്യുമ്പം കണ്ണ് ചൊറിച്ചിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എൻ്റെ മുഖം നന്നായിട്ട് ഇച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ നൈസായിട്ട് മുഖത്തൊന്ന് ചൊറിയുകയും ചെയ്തു. അത് ഈ ചുണ്ടിൻ്റെയൊക്കെ സൈഡിലുള്ള ഏരിയാസിലാണ് കേട്ടോ അധികമായിട്ട് ഇച്ചിങ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐലാഷ്. ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്ത് എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ലെഹങ്ക ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയത്. ഞാനും കുഞ്ഞാറ്റിയും, വേറെ ആരുമല്ല. മുഖം നിറച്ച് കുഞ്ഞി റെഡ് ബംസ് പോലത്തെ പിമ്പിൾസാണ് ഗൈസ്. പിമ്പിൾസ് പോട്ടെ, നല്ല ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. ഭയങ്കര സീനായി. അത് കഴിഞ്ഞ് നമ്മൾ അവരോടൊരു ചെറിയൊരു പ്രശ്നമൊക്കെ പോലെ ആയി. അത് ഭയങ്കര ഒരു സീനായിരുന്നു. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം നിങ്ങൾ ഈ കാണുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഞാനല്ല, പിന്നെയുള്ള ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയാനാണെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. നമ്മളാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത്രയും കെയർഫുൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സൺസ്ക്രീനൊക്കെ മാത്രം യൂസ് ചെയ്ത്. ഇവരെന്ത് പ്രൊഡക്റ്റാണ് നമ്മുടെ മുഖത്തിട്ടതെന്ന് നമുക്കറിയില്ല. സത്യം പറയാലോ, നമ്മുടെ സ്കിൻ മാക്സിമം ചീത്തയാക്കി തന്നു എന്ന് പറഞ്ഞാൽ മാക്സിമം ചീത്തയാക്കി തന്നു. ഇന്നും അതിൻ്റെ ദുരിതം ഞാനും കുഞ്ഞാറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മൾ അനുഭവിച്ചു. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തതെന്ന് മാത്രം അറിയില്ല കേട്ടോ. എന്തിനാ ഇത്ര ചീത്തയായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ഫേസിലിട്ടേന്നും അറിയില്ല. ഈ ഫോട്ടോഷൂട്ടിൻ്റെ പേയ്മെൻ്റ് ഒന്നും നമുക്ക് തന്നില്ലെങ്കിലും അതിലും വലിയ പണിയാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. ഒരാളോടും ഇങ്ങനെയുള്ള ക്രൂരതയൊന്നും ആരും ചെയ്യരുത്, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വന്നത് വന്നു. ഇന്നും അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആരോടും ഇങ്ങനെ ചെയ്യരുതെന്നൊരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്.